വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOSന്റെ ഒക്ടോബർ ബാച്ചിൻ്റെ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അടുത്ത മാസം എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലേ? ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമുക്ക് സീനിയർ സെക്കൻഡറിയിലെ ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാമിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നമ്മളുടെ കൂടെ എന്ത് വേണം? ഈ ലൈവ് ക്ലാസ് കേൾക്കുമ്പോൾ ഒരു നോട്ടും പേനയും നിർബന്ധമാണ്. ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ ആൻസേഴ്സുകളൊക്കെ എഴുതി വെക്കുക, അടയാളപ്പെടുത്തി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കയ്യിലുണ്ടാകും. എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സിനും അറിയുന്ന ആളുകളാണ്. ഓക്കെ മക്കളെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ എക്സാം ക്ലാസ്സിൽ, എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് പറയുന്നത്, ഈ എക്സാമിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളുടെ 6ാമത്തെ അധ്യായമായിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള അധ്യായത്തിൽ നിന്നാണ് ആദ്യം ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നതാണ്? ഒരു കവിതയാണ്, കമലാദാസ് എഴുതിയിട്ടുള്ള കവിതയാണ്. രണ്ടാമതായിട്ട് എ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള 7ാമത്തെ അധ്യായത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള എ കേസ് ഓഫ് സസ്പിഷൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ 9ാമത്തെ അധ്യായത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. 10ാമത്തെ അധ്യായമായിട്ടുള്ള വേർ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ നമുക്ക് 12ാമത്തെ അധ്യായത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. 13ാമത്തെ അധ്യായത്തിൽ നിന്നും 14ാമത്തെ അധ്യായത്തിൽ നിന്നും 16ാമത്തെ അധ്യായത്തിൽ നിന്നും അതുപോലെ 17, 18, 21, 23, 24 ഇത്രയും അധ്യായങ്ങളിൽ നിന്നും നമുക്ക് ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ വരാം. ഇത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എന്താകാം? എക്സാം നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും വീണ്ടും ഈ ഒരു എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, എ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള അധ്യായത്തിൽ നിന്നും, കമലാദാസ് എഴുതിയിട്ടുള്ള ഈ അധ്യായത്തിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്? നമുക്ക് ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരാം, അതുപോലെ MCQ ക്വസ്റ്റ്യൻസുകൾ വരാം, ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരാം. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. കൃത്യമായി എഴുതി വെച്ചാലേ നമുക്ക് നമ്മളുടെ നോട്ട് ബുക്കിൽ ഉണ്ടാകും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമായിട്ട് എന്തെല്ലാമാണ് നമുക്കിവിടെ പറയാനുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എല്ലാവർക്കും എന്താണ് കവിത എന്നറിയില്ലേ? ഈ 6ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? എന്തിനെ കുറിച്ചുള്ള കവിതയാണ് അല്ലേ? ആ ഹെഡിങ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലേ? മുത്തശ്ശിയുടെ ആ വീടിനെ കുറിച്ചാണ്. മുത്തശ്ശിയുടെ മരണത്തോടു കൂടി വീട് അനാഥമായി എന്നൊക്കെ കവയത്രി കവിതയിലൂടെ പറയുന്നുണ്ട് അല്ലെ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഡസ് ദ സ്പീക്കർ കമ്പയർ ഡാർക്ക്നെസ് ടു ദ ഇൻ ദ പോയം? ഈ കവിതയിൽ കവയത്രി എന്തിനോടാണ് ഇരുട്ടിനെ ഉപമിച്ചിട്ടുള്ളത്? ഇരുട്ടിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്തിനോടാണ്? നമുക്ക് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓപ്ഷൻ വായിക്കാം. എ ബ്രൂഡിംഗ് ഡോഗ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് എ കംഫർട്ടിംഗ് ബ്ലാങ്കറ്റ്. ഓപ്ഷൻ സി എ ഗൈഡിംഗ് ലൈറ്റ്. ഓപ്ഷൻ ഡി എ വാം എംബ്രൈസ് എന്നുള്ളതാണ്. എന്താണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് എ ബ്രൂഡിംഗ് ഡോഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എഴുതി വെക്കുക എ ബ്രൂഡിംഗ് ഡോഗ്. എന്താണ് ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ? എന്താ ബ്രൂഡിംഗ് ഡോഗ്? ബ്രൂഡിംഗ് ഡോഗ് ഇൻ ദിസ് പോയം മീൻസ് ദാറ്റ് ദ മെമ്മറീസ് ഓഫ് ദ ഓഥർ. കവിയുടെ മെമ്മറികളെ കുറിച്ചാണ് അല്ലെ, ഓർമ്മകളെ കുറിച്ചാണ് പറയുന്നത്. ഈ കവിതയിലൂടെ കവയത്രി ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ, മുത്തശ്ശിയുടെ മരണത്തോടു കൂടി ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഈ കവിതയിലൂടെ കവയത്രി പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കവയത്രിയുടെ ഓർമ്മകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്രൂഡിംഗ് എന്ന് പറയുന്നത്, ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ബ്രൂഡിംഗ് മീൻസ് തിങ്കിങ്, ചിന്തകളെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലെ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ സ്പീക്കർ ഈസ് കമ്പയറിംഗ് ദ കോൾഡ്നെസ് ഓഫ് ബ്ലഡ് വിത്ത് ദ. എന്തിനോടാണ് നമ്മളുടെ രക്തത്തിലെ തണുപ്പിനെ ഉപമിച്ചിട്ടുള്ളത്? ആൻസർ, ദ സ്പീക്കർ ഈസ് കമ്പയറിംഗ് ദ കോൾഡ്നെസ് ഓഫ് ബ്ലഡ് വിത്ത് ദ മൂൺ. ചന്ദ്രനോടാണ്
നമ്മളുടെ കവയത്രി ഇതിൽ തണുത്ത ബ്ലഡിനെ ഉപമിച്ചിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ പോയറ്റ്? ആരാണ് കവയത്രി? നമ്മുടെ ഈ കവിതയുടെ എഴുതിയിട്ടുള്ള ആളാരാണ്? ആരാണ്? ദ പോയട്രസ് ഓഫ് ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത് ആരാണ്? ദ പോയട്രി ഓഫ് ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഈസ് കമലദാസ്. കമലദാസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലേ ഒരു വ്യക്തിയാണ്. എല്ലാവരും നമ്മളുടെ ചെറുപ്പകാലത്തെ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു കവയത്രി കൂടിയാണ് കമലദാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇമോഷൻസ് ഡസ് ദ സ്പീക്കർ കോൺവേ ഇൻ ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്? എന്ത് വികാരങ്ങളെയാണ്, ഏത് ഇമോഷൻസിനെയാണ് കവിതയിലൂടെ സ്പീക്കർ പങ്കുവെക്കുന്നത്? ദ സ്പീക്കർ ഈസ് കോൺവേസ് എ ഓഫ് ലോസ്, അല്ലെ, പരാജയത്തിന്റെ, നഷ്ടപ്പെട്ട ഒരുപാട് യാതനകളാണ് ഈ കവിതയിലൂടെ കവയത്രി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ ആൻഡ് ലോങ്ങിങ് ഫോർ ലവ് ആൻഡ് കണക്ഷൻസ്, അല്ലെ, അതായത് ഒരുപാട് സ്നേഹം ആവശ്യമാണ്. സ്നേഹത്തെയാണ് ആ കവിതയിലൂടെ കവി ആഗ്രഹിക്കുന്നത്. തനിക്ക് നഷ്ടപ്പെട്ട ഗ്രാൻഡ് മദർ ഉള്ള കാലത്ത് തനിക്കുണ്ടായിരുന്ന ആ സ്നേഹം ഇപ്പോൾ കിട്ടുന്നില്ല, അല്ലെ. മുത്തശ്ശിയുടെ മരണത്തോടു കൂടി താൻ ഇപ്പോൾ അനാഥയാണെന്നും ആ കവിതയിലൂടെ കവയത്രി വളരെ സങ്കടത്തോടു കൂടി പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ആൻസർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഹൗസ് ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്? മുത്തശ്ശിയുടെ മരണത്തോടു കൂടി വീടിന്റെ അവസ്ഥയെക്കുറിച്ച്, അല്ലെ, കവി വിവരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ഹൗസ് ആസ് വിഡ്രോയിങ് ഇൻ സൈലൻസ് വിത്ത് സ്നൈക്സ് മൂവിങ് അമംഗ് ബുക്സ്, അല്ലെ. അതായത് ആ മുത്തശ്ശിയുടെ മരണത്തോടു കൂടി നമ്മളുടെ കവയത്രിയുടെ ആ മുത്തശ്ശിയുടെ വീട് അനാഥമാവുകയും പാമ്പുകൾക്കും മറ്റും ഇഴജന്തുക്കൾക്കൊക്കെ സ്വസ്ഥവിഹാരം നടത്താൻ പറ്റിയ ഒരു ഇടമായി മാറുകയാണെന്നൊക്കെയാണ് കവിതയിലൂടെ കവയത്രി നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വീട് സൈലന്റ് ആയി, അല്ലെ. മുത്തശ്ശിയുടെ ആ ഒരു മരണത്തോടു കൂടി നമ്മുടെ വീട് സൈലന്റ് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഹൗസ് ഗോ ഇൻ ടു സൈലൻസ്? എന്തുകൊണ്ടാണ് വീട് സൈലൻസ് ആയത്? അതുപോലെ ഈസ് ദ പോയറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ പാരൻസ് ലൈഫ്? ഇഫ് നോട്ട് വൈ, അല്ലെ. പാരൻസിന്റെ ജീവിതത്തോട് നമ്മളുടെ കവയത്രി സാറ്റിസ്ഫൈഡ് ആണോ? അല്ല എങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഹൗസ് വെന്റ് ഇൻ ടു സൈലൻസ് ബിക്കോസ് ദ വുമൺ ഹൂ യൂസ്ഡ് ടു ലീവ് ദർ വാസ് ഡെഡ്, അല്ലെ. അവരുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അവരിൽ നിന്നും മരണപ്പെട്ടു പോയപ്പോൾ ആ വീട് സൈലന്റ് ആയി. അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളുടെ കൂടെ ഉള്ള ഒരാള് നമ്മോട് ഇവിടെ പറയുമ്പോൾ നമ്മളെല്ലാവരും സൈലന്റ് ആവും. അതുപോലെ ആ മുത്തശ്ശിയുടെ മരണത്തോടു കൂടി ആ വീട് സൈലന്റ് ആയി എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെ, അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ലൈഫിനോട് നമ്മുടെ കവയത്രി സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? നോ, ദ പോയറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ പാരൻസ് ലൈഫ് ബിക്കോസ് അറ്റ് പാരൻസ് ഷീ ലോസ്റ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ആൻഡ് ദ ഹൗസ് വെർ ഷീ റിസീവ്ഡ് ലവ്. അവർക്ക് സ്നേഹം കിട്ടിയിരുന്ന ആ വീട്, ഗ്രാൻഡ് മദറുടെ ആ വീട് അവര് ഒഴിവാക്കി എന്നുള്ളതാണ്, അല്ലെ. ഗ്രാൻഡ് മദറുടെ വീട് അവര് എന്താക്കി? നഷ്ടപ്പെടുത്തി. അവർ വേറൊരു വീട് വെച്ച് അവിടെ താമസം തുടങ്ങി. അതോടുകൂടി ഈ ഒരു വീട്ടില് അനാഥരെ പോലെ ഒറ്റക്കായൊരു അനുഭവമാണ് നമ്മുടെ കവയത്രി കവിതയിലൂടെ പങ്കുവെക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഹാസ് ദ പോയറ്റസ് മദർ ബീൻ കമ്പയർഡ് ഓൺ ദ ലേറ്റ് വിന്റേഴ്സ് മൂൺ? ലേറ്റ് വിന്റേഴ്സ് മൂൺ എന്നതുകൊണ്ട് നമ്മളുടെ കവയത്രിയുടെ അമ്മ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, വിത്ത് ദ ഗ്രോവിംഗ് ഏജ്, വളർച്ചയുടെ ഘട്ടങ്ങളെയാണ് അവിടെ ഉപമിച്ചിട്ടുള്ളത്. മാത്രമല്ല ദ പോയറ്റ്സ് മദർ ഹാസ് സ്റ്റാർട്ടഡ് ലോസിങ് ഓൾ ഹർ വിറ്റാലിറ്റി ആൻഡ് റേഡിയൻസ്. മുത്തശ്ശിയുടെ മരണത്തോടു കൂടി അവരുടെ പാരൻസ്, അല്ലെ, അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് നഷ്ടപ്പെടുത്തി പോയി എന്നുള്ളതാണ്. മാത്രമല്ല ദ പോയറ്റ് യൂസസ് ദ സിമിലി ഓഫ് ലേറ്റ് വിന്റർ മൂൺ. ഈ ലേറ്റ് വിന്റർ മൂൺ എന്നുള്ള ഭാഗം, ഒരു വേർഡ് ഇതിൽ ഉപമിക്കാനുള്ള കാരണം ഫോർ ഹെർ മദർ ടു ഇൻഡിക്കേറ്റ് ഹെർ അപ്രോച്ചിങ് ഡെത്ത്, അല്ലെ, മരണത്തെ കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മുടെ കവയത്രി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ലവ് ഓർ റിലേഷൻ ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ ദ ഗ്രാൻഡ് മദർ ആൻഡ് ദ സ്പീക്കർ?
നമ്മുടെ സ്പീക്കർ ആരാ? സ്പീക്കർ നമ്മുടെ കവയത്രി ആയിട്ടുള്ള കമലദാസാണ്. ആ കമലദാസും അതുപോലെ നമ്മളുടെ ഗ്രാൻഡ് മദറും തമ്മിലുള്ള ഏതൊരു ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഏത് ടൈപ്പ് ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഗ്രാൻഡ് മദർ ആൻഡ് ദ സ്പീക്കർ വാസ് വെരി സ്വീറ്റ് ആൻഡ് നൈസ്. അല്ലെ, വളരെ സ്വീറ്റും നൈസുമായിരുന്നു നമ്മുടെ കവയത്രിയും അതുപോലെ ഗ്രാൻഡ് മദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഷീ വാസ് ലിവിങ് വിത്ത് ഹർ ഗ്രാൻഡ് മദർ വെൻ ഷീ വാസ് എ ചൈൽഡ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മളുടെ കവയത്രി മുത്തശ്ശിയുടെ കൂടെയായിരുന്നു താമസം. അതിന് പുറമെ ഷീ ലവ്ഡ് ഹർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് വാസ് ഓൾസോ ലവ്ഡ് ബൈ ഹർ. അല്ലെ, എന്താണ് പറയുന്നത്? വളരെയധികം തൻ്റെ മുത്തശ്ശിയെ സ്നേഹിച്ചിരുന്നു. മുത്തശ്ശി തിരിച്ചും അതുപോലെ തന്നെയാണ് തൻ്റെ പേരമകളെ സ്നേഹിച്ചിട്ടുള്ളത്. She loved her so much that she did not go anywhere to live when she was young. അല്ലേ, അവളുടെ മരണത്തോടു കൂടി, മുത്തശ്ശിയുടെ മരണത്തോടു കൂടി അവൾക്ക്, നമ്മുടെ കവയത്രിക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, ആ മുത്തശ്ശി ഉണ്ടായിരുന്ന വീട് മതി. മുത്തശ്ശിയുടെ ഓർമ്മകളാണ് നമ്മളുടെ കവയത്രിയെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടു ലീവ് ഹർ അലോൺ. ഒറ്റയ്ക്ക് പോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ദ ലവ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ഗ്രാൻഡ് മദർ വാസ് ഇമ്മൻസ്. വളരെ അധികം ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു കവയത്രിയുടെയും നമ്മളുടെ ഗ്രാൻഡ് മദറുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 6ാമത്തെ അധ്യായമായിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള കവിതയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്, ഇതിൻ്റെ ആൻസേഴ്സുകളാണ് നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു അധ്യായമാണ് നമ്മളുടെ 7ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമുക്കറിയാം, എന്താണ്, അഡോൾസൻസിനെ കുറിച്ചാണ് പറയുന്നത്. എക്സാമിനെ കുറിച്ചും എക്സാമിൻ്റെ മറ്റു ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു അധ്യായമാണ്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് പാസേജ് നോക്കാം. അഡോൾസൻസ് ആർ ഫേസ്ഡ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് ദെയർ ഡെവലപ്മെന്റൽ ടാസ്ക് ആൻഡ് that of a complex society. They need to acquire skills of adjustment to emerge into the adulthood. Unaffected by these demands, if they lack this skill or if too many demands are made on them. Okay, അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയുന്ന ഒരു പാസേജ് ആണ്. ആ പാസേജിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഐഡന്റിഫൈ ദ ട്രൂ ആൻഡ് ഫാൾസ് സെന്റൻസ്. ഈ താഴെ നൽകിയിട്ടുള്ള സെന്റൻസിൽ നിന്നും തെറ്റായ ഭാഗങ്ങളെയും ശരിയായ ഭാഗങ്ങളെയും തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലി സ്റ്റുഡൻറ് ഗെറ്റ് സ്ട്രെസ്ഡ് ബിഫോർ എക്സാമിനേഷൻ. എക്സാം വരുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾ സ്ട്രെസ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ 7ാമത്തെ അധ്യായം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ, എക്സാം വരുമ്പോഴും അതുപോലെ മറ്റു പല സാഹചര്യങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന ആശങ്കകളെ കുറിച്ചാണ്, പിരിമുറുക്കത്തെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പം ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, ഇത് ശരിയാണോ പറഞ്ഞത്, ഫാൾസ് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ എന്ന് നോക്കാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. സ്റ്റുഡൻസ്, പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഓൾ ഗെറ്റ് സ്ട്രെസ് ബിഫോർ എക്സാമിനേഷൻ. അല്ലെ, വിദ്യാർത്ഥികളെ എക്സാം മാത്രമല്ല സ്ട്രെസ്സിലേക്ക് തള്ളിവിടുന്നത്. അല്ലെ, പേരൻസ് ആയാലും അധ്യാപകരായാലും മറ്റു ചില സാഹചര്യങ്ങളാലും വിദ്യാർത്ഥികൾ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി ആണ്. അഡോൾസൻസ് പെർസീവ് എവറിത്തിങ് ആസ് എൻ എമർജൻസി വെൻ സ്ട്രെസ്ഡ് ഔട്ട്. ഓക്കെ, ഈ ഒരു എമർജൻസി സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്താവാറുണ്ട്? സ്ട്രെസ്സിലേക്ക് പോവാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണോ തെറ്റാണോ? ഓക്കെ, ട്രൂ ആണ് അല്ലേ, ശരിയാണ് എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രെസ് ലെവൽ എമംഗ് അഡോൾസൻസ് ക്യാൻ ഇൻക്രീസ് ഡ്യൂ ടു ഐഡന്റിഫൈ ക്രൈസിസ്. എന്താണ് പ്രതിസന്ധികൾ, എന്താണ് പ്രശ്നം, എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഈ അഡോൾസൻസിനിടയിലുള്ള സ്ട്രെസ് ലെവല് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ശരിയാണോ? ട്രൂ ആൻഡ് ഫാൾസ്. എന്താണ്? ഓക്കെ, ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ്
one of the main concern faced by adolescents according to the passage. ഈ പാസേജ് അനുസരിച്ച്, ഈ പാസേജിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തു നിന്നാണ് വിദ്യാർത്ഥികൾ സ്ട്രെസ് അനുഭവിക്കാറുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി, സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ. പലപ്പോഴും രക്ഷിതാക്കളുടെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയൊക്കെ വിദ്യാർത്ഥികളെ സ്ട്രെസ്സിലേക്ക് തള്ളിവിടാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തത് മീറ്റിംഗ് ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. അതുപോലെ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊളിറ്റിക്കൽ ഭാഗങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? മീറ്റിംഗ് ഡെവലപ്മെന്റൽ ടാസ്കുകളാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കോൺട്രിബ്യൂട്ട് ദ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ലെവൽ അമംഗ് അഡോൾസൻസ് അക്കോർഡിംഗ് ടു ദ പാസേജ്. എന്തൊരു ഭാഗമാണ് അല്ലെ, ഏതൊരു ഭാഗമാണ് വിദ്യാർത്ഥികളുടെ സ്ട്രെസ്സിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഭാഗം എന്താണെന്ന് നോക്കാം. ലാക്ക് ഓഫ് സ്ലീപ്പ്. രണ്ടാമത്തത് ഓവർ എക്സ്പോസസ് ടു ടെക്നോളജി. അതുപോലെ ഐഡന്റിറ്റി ക്രൈസിസ്, കരിയർ ഡിസിഷൻസ് ആൻഡ് പീർ പ്രഷർ. എക്സസീവ് ലെയ്സർ ആക്ടിവിറ്റി അല്ലെ, വളരെ മടിയനായിട്ടുള്ള ആക്ടിവിറ്റികളുടെ അഭാവമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ക്രൈസിസ്, കരിയർ ഡിസിഷൻസ് ആൻഡ് പീർ പ്രഷർ അല്ലെ. എന്താ പീർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? സഹപ്രവർത്തകരുടെ സമ്മർദ്ദം മൂലമൊക്കെ വിദ്യാർത്ഥികളുടെ എന്തുണ്ടാകാം? സ്ട്രെസ്സുകൾ ഉണ്ടാകാം. വിദ്യാർത്ഥികളുടെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടാളികൾ, സഹപാഠികൾ, അവരിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സുകളും, അതുപോലെ ഒരു കരിയർ ഡിസിഷൻസ്, എന്ത് തിരഞ്ഞെടുക്കണം, ഏത് മേഖലയിലേക്ക് താൻ പോകണം എന്നതിനെ കുറിച്ചൊരു ധാരണയില്ലായ്മ, അതുപോലെ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ നമുക്ക് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഗീവ് എ സ്യൂറ്റബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ്. ഈ ഒരു പാസേജിന് സ്യൂട്ടബിൾ ടൈറ്റിൽ നൽകാനാണ്. നമ്മളുടെ മുകളിൽ നൽകിയിട്ടുള്ള ഈ ഒരു പാസേജിന് ഒരു യോജിച്ചിട്ടുള്ള ടൈറ്റിൽ നൽകാനാണ് പറയുന്നത്. എക്സാമിനേഷൻ ഫേവർ, എക്സാം പേടി എന്നുള്ള ഒരു ഭാഗത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. പാസേജ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ആൻസറുകൾ കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എ കേസ് ഓഫ് സസ്പിഷൻ ആണ് അല്ലെ. ഈ അധ്യായത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ഒന്നും കൂടെ പറയാം. നമ്മുടെ ബെൻസൺ ഡോക്ടറെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ, ബെൻസൺ ഡോക്ടറുടെ ചില തെറ്റിദ്ധാരണ കാരണം ഒരാളെ കാറിൽ നിന്നും പുറത്താക്കുകയാണ് അല്ലെ. ഒരു ആത്മാർത്ഥത കൂടിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ. തൻ്റെ ജോലിയോട് സിൻസിയാരിറ്റി ഉള്ള, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ. ആ ഡോക്ടറുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന ഒരു പാകപ്പിഴവിനെ കുറിച്ചാണ് ഈ അധ്യായത്തിലുടനീളം നമുക്ക് പങ്കുവെക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്ന നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡോക്ടർ ബെൻസൺ വാസ് കാർപ്പന്റർ, ടീച്ചർ, ഡോക്ടർ, ലോയർ. ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഡോക്ടർ ബെൻസൺ ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എന്തായിരിക്കും. ഓക്കെ, ഒരു നമ്മളുടെ വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക, ശേഷം ആൻസർ ചെയ്യുക. ഡോക്ടർ ബെൻസൺ ആരായിരുന്നു? കാർപ്പന്റർ ആയിരുന്നോ, ടീച്ചർ ആയിരുന്നോ, ലോയർ ആയിരുന്നോ, അതോ ഡോക്ടർ ആയിരുന്നു? ആരായിരുന്നു? ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബെൻസൺ വാസ് എന്നുള്ളതാണ്. ഡോക്ടർ ക്വസ്റ്റ്യൻ ഒന്ന് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഡോക്ടർ നമ്മളുടെ ബെൻസൺ ആരായിരുന്നു? ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഐറ്റംസ് ഡസ് ഡോക്ടർ ബെൻസൺ പിക്കപ്പ് ബിഫോർ ലീവിങ് ഹിസ് ഹൗസ്? നമ്മളുടെ ബെൻസൺ ഡോക്ടർ തൻ്റെ വീട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് എന്താണ് പിക്ക് ചെയ്യുന്നത്? എന്തിനാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? അറ്റ്ഷോർലി അല്ലെ, നമ്മളുടെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വിളിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്തിനു വേണ്ടിയാ പോകുന്നത്? തൻ്റെ ആ ഒരു ഫ്രണ്ടിന്റെ ഡെലിവറി സമയം അടുത്തിട്ടുണ്ട്, അതുകൊണ്ട്
പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ എമർജൻസി കോളായിരുന്നു. രാത്രി 2 മണി ആയിട്ടും തന്റെ ഡ്യൂട്ടി തീരുന്നില്ല എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്ത് അദ്ദേഹം പുറപ്പെടുന്നത് എന്തെടുത്തിട്ടാണ്? ഓപ്ഷന്റെ സൂട്ട് കേസ് ആൻഡ് എ ബ്രീഫ് കേസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 2 സ്മോൾ ഹാൻഡ് ബാഗ്സ്, എ പിൽ ബാഗ് ആൻഡ് എ ഒബ്സ്റ്റാറ്റിക്കൽ കേസ്. ഓപ്ഷൻ സി എ ബാക്ക് പാക്ക് ആൻഡ് എ ലാപ്ടോപ്പ് ബാഗ്. ഓപ്ഷൻ ഡി എ ലഞ്ച് ബോക്സ് ആൻഡ് തെർമോസ് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്കറിയാം എന്തായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഓപ്ഷൻ വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം തന്നെയുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് 2 സ്മോൾ ഹാൻഡ് ബാഗ്സ്, എ പിൽ ബാഗ് ആൻഡ് എ ഒബ്സ്റ്റാറ്റിക്കൽ കേസ്. സിൻസ് അല്ലെ, അതുവരെ ഉണ്ടായിരുന്ന തന്റെ ബോക്സുകളാണ്, ഒരു മെഡിക്കൽ ഭാഗങ്ങളാണ്, ബോക്സുകളാണ്, ടൂൾസുകളാണ് അദ്ദേഹം എടുത്തു പോയിട്ടുള്ളത്. അദ്ദേഹം എന്തിനാണ് പോകുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും. എന്തിനാണ് അദ്ദേഹം പോകുന്നത്? അദ്ദേഹം പോകുന്നത് തന്റെ ഫ്രണ്ടിന്റെ ഭാര്യയുടെ ഡെലിവറി എമർജൻസി ആയിട്ട് വന്നപ്പോൾ അദ്ദേഹം തന്റെ പാതിരാ സമയത്ത് എല്ലാ ജോലി ഭാരവും ഇറക്കി വെക്കാൻ വന്ന സമയമാണ് അദ്ദേഹം വീണ്ടും തന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരനാണ്, ഒരു ഡോക്ടറാണ്. തന്റെ പേഷ്യന്റിനെ പരിചരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എപ്പോഴാണ് പോകുന്നത്? രാത്രി 2 മണി പാതിരാ സമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ്. അപ്പം അദ്ദേഹം എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ ബെൻസൺ നോട്ടീസസ് എ ലോങ് ഡീപ്പ് ഓൺ ഇവാൻസ് ചെക്ക്. അല്ലെ, നമ്മുടെ ഇവാന്റെ കുറിച്ച്, ആരായിരുന്നു ഇവാൻ? ഇവാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരായിരുന്നു ഇവാൻ? ഇവാൻ എന്ന് പറയുന്നത് നമ്മളുടെ കഥയിലെ ആ അപരിചിതൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് അല്ലെ. അപരിചിതൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മളുടെ ഇവാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവാന്റെ പേര് അവസാനമാണ് പറയുന്നത്. ഇവാന്റെ ചെക്ക് അല്ലെ, ഇവാന്റെ ചെക്കിനെ കുറിച്ച് പിന്നെ എപ്പോഴാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ ചിന്തിക്കുന്നത്, ഗാഢമായി ചിന്തിക്കുന്നത് എപ്പോഴാണ്? ഓക്കെ, അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്കെയർ, ബർത്ത് മാർക്ക്, മോൾ, നൺ ഓഫ് ദ എബോ. സ്കാർ, അദ്ദേഹത്തിന്റെ ഭയം, ആ ഡൗട്ട് കുടുങ്ങാനുള്ള കാരണപ്പാണ് അദ്ദേഹത്തിന്റെ കണ്ണിലുള്ള ഭയത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. ഈ ഓപ്ഷൻസ് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഡിഡ് ഡോക്ടർ ബെൻസൺ ക്യാരി വിത്ത് ഹിം ഇൻ ദിസ് ലെതർ ഹോൾസ്റ്റർ? ഓക്കെ, അദ്ദേഹത്തിന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ അദ്ദേഹം എന്തായിരുന്നു കൂടെ കരുതിയിരുന്നത്? എന്തായിരുന്നു? ഓട്ടോമാറ്റിക് പിസ്റ്റൾ പറയുന്നുണ്ട്, എ മെഡിക്കൽ കിറ്റ് പറയുന്നുണ്ട്, എ ഫ്ലാഷ് ലൈറ്റ് പറയുന്നുണ്ട്, എ നോട്ട് ബുക്ക് പറയുന്നുണ്ട്. ഡോക്ടർ ആണല്ലോ, അപ്പൊ എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക? എന്താണ്? മെഡിക്കൽ കിറ്റ് ആണോ? അല്ല, ഓട്ടോമാറ്റിക് പിസ്റ്റൾ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ബെൻസൺ ഡോക്ടറിന് നമ്മളുടെ ഇവാന് നേരെ ചൂണ്ടുന്നത് അല്ലെ. ഇവാന്റെ നേരെ ഡൗട്ട് കുടുങ്ങിയപ്പോ നേരെ ചൂണ്ടിയില്ലേ, ഗൺ പോയിന്റിൽ നിർത്തിയില്ലേ? എന്തുകൊണ്ടാണ്? പിസ്റ്റൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ ഡോക്ടറാണെന്ന് വെച്ച് നിങ്ങൾ എന്താ ആൻസർ മാറി എഴുതാൻ നിൽക്കണ്ട. കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ, ഓപ്ഷൻസ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് ദ പോയറ്റ് ഓഫ് എ കേസ് ഓഫ് സസ്പിഷൻ. എ കേസ് ഓഫ് സസ്പിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഓതർ ആരാണ്? ആരാ എഴുതിയിട്ടുള്ളതാണ്? വേദ് മെഹത്തയാണോ? ഓപ്ഷൻ എ വേദ് മെഹത്തയാണോ, അതോ റസ്കിൻ ബോണ്ട് ആണോ, അതോ നമ്മളുടെ എഡ്വാലിസ് ആണോ, രവീന്ദ്രനാഥ് ടാഗോർ ആണോ? ആരാണ്? ഇ.ഡി. വാലിസ് ആണ് അല്ലെ. വാലിസ് ആണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൂ ഡിഡ് ദ ഡോക്ടർ വിസിറ്റ് ആൻഡ് വൈ? ആരാണ് ഡോക്ടറെ വിസിറ്റ് ചെയ്തിരുന്നത്? എന്തുകൊണ്ടാണ് വിസിറ്റ്? എന്തിനു വേണ്ടിയാണ് ഡോക്ടർ വിസിറ്റ് ചെയ്യുന്നത്? ഡോക്ടർ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ്? ഒട്സോർലി ഫാമിലിയാണ്. ഒട്സോർലി ആയിട്ടുള്ള തൻ്റെ ഫ്രണ്ട് പാതിരാ സമയത്ത് വിളിക്കുകയും തൻ്റെ ഭാര്യ പ്രസവ വേദന അനുഭവിക്കുകയാണ്, പെട്ടെന്ന് ഓടി വരണമെന്ന് പറയുമ്പോൾ തൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ആര്? ഒട്സോർലി. ഇപ്പൊ ബെൻസൺ ഡോക്ടറിന് പോകാതിരിക്കാൻ വഴിയ. ഓക്കെ, അപ്പൊ അങ്ങനെ നിർബന്ധിതനായി അദ്ദേഹം തന്റെ ജോലി ഭാരമെല്ലാം ഇറക്കി വെച്ച് വീണ്ടും ജോലിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ആ കഥ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം.
മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എക്സാം എഴുതാൻ പാടുള്ളൂ. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ടോട്ടൽ 31 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ആ 31 ചാപ്റ്ററിൻ്റെയും ഷോർട്ട് ടൈമിലുള്ള ഒരു ലഘു വിവരണം നിങ്ങൾക്ക് അടുത്തുണ്ടാവണം. അത് ഉണ്ടായിക്കഴിഞ്ഞാലാണ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പം ഹൂ ഡിഡ് ഡോക്ടർ വിസിറ്റ്, ആരെയാണ് ഡോക്ടർ വിസിറ്റ് ചെയ്യാൻ പോണത്, എന്തിനാണ് വിസിറ്റ് ചെയ്യാൻ പോണത്? ഓക്കെ, ഡോക്ടർ വിസിറ്റേഴ്സ് മിസ്സിസ് ഒറ്റ്സോർലി ബിക്കോസ് ഷീ വാസ് ഗോയിങ് ടു ഗിവ് എ ബർത്ത് ടു ചൈൽഡ്. ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്ന അമ്മയ്ക്ക് വേണ്ടി, ആ അമ്മയുടെ വേദന മാറ്റാൻ വേണ്ടിയാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സേ വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ആൻഡ് ഫാൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വായിക്കുക, പറഞ്ഞ ഭാഗങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരഞ്ഞെടുക്കാനാണ്. ഡോക്ടർ ബെൻസൺസ് ഫാദർ വാസ് ഓൾസോ എ ഡോക്ടർ. ഡോക്ടർ ബെൻസന്റെ ഫാദർ ഒരു ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണോ? ട്രൂ ആൻഡ് ഫാൾ. എന്താണ് ആൻസർ? ട്രൂ അല്ലേ? അദ്ദേഹത്തിന്റെ അച്ഛനും ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ ബെൻസൺ സക്സസ്ഫുള്ളി ഡെലിവേർഡ് എ ചൈൽഡ് അറ്റ് ദ സോർലി ഫാം. അല്ലേ, തൻ്റെ ഒട്സോർലി ഫാമിലിക്ക് വേണ്ടി ഒരുപാട് 12 മക്കളെ പ്രസവിച്ചിട്ടുള്ള ഒരു അമ്മയാണ് മിസ്സിസ് ഒട്സോർലി എന്ന് പറയുന്നത്. ആ 12 മക്കളുടെയും പ്രസവം എടുത്തിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഡോക്ടർ ബെൻസൺ ആണ്. ഓക്കെ, ആ ഡോക്ടർ ബെൻസന് ഇനി പറയുന്നത്, ഡോക്ടർ ബെൻസൺ സക്സസ്ഫുള്ളി ആയിട്ട് എല്ലാ മക്കളെയും ചികിത്സിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. എന്താണ്? ട്രൂ ആൻഡ് ഫാൾസ്. ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ ബെൻസൺ ഹാഡ് സ്മൂത്ത് ആൻഡ് ഈസി ഡ്രൈവ് ടു മിസ്സിസ് ഒട്സോർലി ഹൗസ്. നമ്മുടെ ഒട്സോർലിയുടെ വീട്ടിലേക്ക് രാത്രി സമയം വളരെ കംഫർട്ടായിട്ടാണോ പോയിരുന്നത്, അതോ വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നോ പോയിരുന്നത്, അതോ തീരെ താല്പര്യമില്ലാതെയാണോ പോയിരുന്നത്? എങ്ങനെയാണ്? ഓക്കെ, ആൻസർ ഫാൾസ്, തെറ്റാണ്. ശരിയാണോ? നമ്മുടെ ഒട്സോർലിയുടെ ഫാമിലിയിലേക്ക് ആ ഒരു സമയത്ത് തന്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നത് പിറുപിറുത്ത് കൊണ്ടാണ്, വളരെ വയ്യാതെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട്. 12 മക്കൾക്ക് ജന്മം കൊടുത്തിട്ടും ആ അമ്മ ഇതുവരെ എന്തായിട്ടില്ല, 12 മക്കൾക്കുള്ള പൈസ ഇപ്പോഴും കൊടുത്തിട്ടില്ല, ഡോക്ടർ ഫീസ് ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം തീരെ താല്പര്യമില്ലാതെയാണ് പോകുന്നത്. ഒക്കെ അവിടെ പറയുന്നുണ്ട്, ഡോക്ടർ ബെൻസൺസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽറ്റി ആൻഡ് caught half a dozen times of before running more smoothly. ആ കാറ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി 12 തവണ ആ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ വളരെ കംഫർട്ടായിട്ട് ആ കാറിൽ പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സജസ്റ്റിംഗ് ദാറ്റ് ദ ഡ്രൈവേഴ്സ് നോട്ട് എൻറ്റയർലി സ്മൂത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്സിസ് ഒട്സോർലി ഹാസ് ഓൺലി 1 ചൈൽഡ്. നമ്മളുടെ ഒട്സോർലിക്ക് ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ശരിയാണോ? അല്ല, വളരെ തെറ്റ്. ഫാൾസ് ആണ്. മിസ്സിസ് ഒട്സോർലി ഓൾറെഡി ഹാസ് ഓൾമോസ്റ്റ് എ ഡസൻ ചിൽഡ്രൻ. 12 മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മയാണ് ഒട്സോർലി. ആ ഒട്സോർലിയുടെ കോൾ കാരണം വളരെ പിറുപിറുത്തു കൊണ്ടാണ് നമ്മളുടെ കഥാപാത്രമായിട്ടുള്ള മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ബെൻസൺ ഡോക്ടർ ആ വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഹു വാസ് ഇവാൻസ്? ആരായിരുന്നു ഇവാൻ? ഇവാൻ ആരായിരുന്നു? വേർ വാസ് ഹി ഗോയിങ്? അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇവാൻ വാസ് എ മാൻ ദ ഡോക്ടർ പിക്ക്ഡ് അപ്പ് ഓൺ ദ റോഡ്. റോഡിൽ നിന്നും പിക്ക് ചെയ്യുന്ന ഒരു അപരിചിതനായ മനുഷ്യനാണ് ആര്? ഇവാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹി വാസ് ഗോയിങ് ടു Detroit to look for work in ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്. ഓട്ടോമൊബൈൽ പ്ലാന്റ്സിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്താണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ വളരെ ദയ തോന്നിയപ്പോൾ അദ്ദേഹത്തിന്റെ കാറിൽ പിക്ക് ചെയ്യണത്. ആ പിക്ക് ചെയ്ത സമയത്താണ് അദ്ദേഹത്തിന്റെ വാച്ച് മോഷണം പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ആ വാച്ച് മോഷണം പോയപ്പോഴാണ് തൻ്റെ വാച്ച് കാണുവാനില്ല,
തൻ്റെ കൂടെയുള്ള ഇവാനാണ് എടുത്തതെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന് നേരെ പിസ്റ്റൽ ചൂണ്ടുകയും അദ്ദേഹത്തെ കാറിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം തിരുത്തുന്നുണ്ട്, അല്ലെ, ഇവാൻ ആരായിരുന്നില്ല, ഒരു മോഷ്ടാവ് ആയിരുന്നില്ല, ഇത് ഇയാളെടുത്ത് പറ്റിയൊരു ഫോൾട്ട് ആണെന്ന് മനസ്സിലായി. ഓക്കെ, വാട്ട് ഡസ് ഇവാൻസ് റിവീൽ അബൌട്ട് ഹിസ് പാസ്റ്റ്? ഇവാൻ എങ്ങനെയാണ് എന്താണ് അദ്ദേഹത്തിന്റെ പഴയകാല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആൻസർ, ഹി വാസ് ഇൻ ഹിസ് ആംബുലൻസ് സെക്ഷൻ ഡ്യൂറിംഗ് ദ വാർ ആൻഡ് ഹാസ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക്. ഓക്കെ, അദ്ദേഹം ഒരു ആംബുലൻസ് സെക്ഷനിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിന്റെ വാച്ചിൽ നിന്നും, മോഷണം പോയ വാച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ജാക്കറ്റിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ബെൻസൺ ഡോക്ടർ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഇടും. വാച്ച് ഒരു തവണ പോലും നോക്കാതെയാണ് അദ്ദേഹം തന്റെ പോക്കറ്റിലേക്ക് ഇടുന്നത്. ഓക്കെ, അങ്ങനെ തന്റെ വാച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം വാച്ചിൽ സമയം നോക്കാൻ വേണ്ടി എടുത്തപ്പോൾ വാച്ച് മാറിയിട്ടുണ്ട്. തന്റെ കയ്യിലുള്ള വാച്ച് ആരുതായിരുന്നു? നമ്മളുടെ ഇവാന്റെ വാച്ചായിരുന്നു. അതിൽ നിന്നാണ് ഇവാൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോക്ടർ ബെൻസൺ picked up private Evans on cold midnight and rushed to attend Mrs. Sorley in labor pains on the cold night. What qualities of human being are observed in this behavior by you? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വളരെ ധൃതി പിടിച്ച് പോകുന്ന സമയത്ത് പോലും വഴിയിൽ കണ്ട ഒരു അപരിചിതനെ, തണുപ്പത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന അപരിചിതനെ തൻ്റെ വാഹനത്തിൽ പിക്ക് ചെയ്യാൻ കാണിച്ച മനസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, അല്ലെ. നമ്മളൊക്കെ ആണെങ്കിൽ തണുത്ത് വിറച്ച് പോകുന്ന ഒരു സന്ദർഭമാണ്. അപ്പം ഒരു അപരിചിതനെ പുതച്ചു മൂടി കാണുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു മിഡ് നൈറ്റിൽ നമ്മൾ ആരും കൂടെ കൂട്ടുകയില്ല, അല്ലെ. കൂട്ടൂല. ഓക്കെ, എന്താണ് ആൻസർ നോക്കാം. ഡോക്ടർ ബെൻസൺസ് ആക്ഷൻസ് ഓൺ ദ കോൾഡ് മിഡ് നൈറ്റ് demonstrate certain admirable qualities that are indicative of compassionate and dedicated human being. അല്ലെ, മനുഷ്യന്റെ അർപ്പണ ബോധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ ദയയുള്ള ഒരു മനുഷ്യനാണെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ആണ്. ഒരു മിഡ് നൈറ്റിൽ പോലും അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യനെ തന്റെ കൂടെ കൂട്ടാൻ കാണിച്ച മനസ്സ്, മാത്രമല്ല വളരെ അപരിചിതനാണ്, ഒട്ടും പരിചയമില്ലാത്ത ഒരു മനുഷ്യനെയാണ് തൻ്റെ കൂടെ കൂട്ടുന്നത്, അതും പാതിരാ സമയത്ത്. മാത്രമല്ല അദ്ദേഹത്തിന് എന്തുണ്ട്? തണുത്തു വിറക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. അതിനൊക്കെ പുറമെ അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ്? എമർജൻസി കോൾ വന്നിട്ടാണ് പോകുന്നത്. ആ സമയത്ത് പോലും അദ്ദേഹം കാണിച്ച മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ബീയിങ്ങിന്റെ ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിന്റെ ഫസ്റ്റ്ലി, ഇസ് readiness to respond to the urgent calls for help showcases a sense of responsibility and commitment to his professions. അല്ലേ, അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലോട് അദ്ദേഹം കാണിച്ച ആ ഒരു കമ്മിറ്റ്മെന്റ് അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ മിഡ് നൈറ്റിൽ വന്ന കോൾ അറ്റൻഡ് ചെയ്യാൻ കാണിച്ച മനസ്സ്, അല്ലെ. അദ്ദേഹം എങ്ങനെയാണ് തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത്? വളരെ ടയേർഡായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ആ സമയത്ത് പോലും അദ്ദേഹം തനിക്ക് വീണ്ടും കോൾ വരികയാണ്, എമർജൻസി ആണ്, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ പ്രൊഫഷനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. മാത്രമല്ല ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അദ്ദേഹം എന്താണ്? എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. ഓക്കെ, despite the late hour and adverse weather conditions, Dr. Benson portrayed the needs of his patients, Mr. Sorley, showing both dedication and selflessness. അല്ലേ, ഒരു ഒട്ടും താൻ എന്നുള്ള തനിക്ക് മാത്രം എന്നുള്ള ഒരു സെൽഫിഷ്നെസ് ഇല്ലാണ്ട്, അല്ലേ, ഒരു സ്വന്തം കാര്യം എന്നുള്ള ചിന്തയില്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ. അദ്ദേഹത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മാത്രമല്ല അതിനൊക്കെ പുറമെ മോറോവർ ഡോക്ടർ ബെൻസൺസ് ആക്ഷൻസ് റിഫ്ലക്ട് എ കമ്മിറ്റ്മെന്റ് ടു സർവീസ് ബിയോണ്ട് ദ കോൾ ഓഫ് ഡ്യൂട്ടി.
by going out of his way assist Private T. Evans and rushing to attend to Mrs. Sorley, he demonstrates a profound dedication to the well-being of others. മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം ഈ ഒരു കഥയിലൂടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം തിരക്കി പിടിച്ച് പോകുന്ന സമയത്തും തൻ്റെ കൂടെ ആളെ കൂട്ടാൻ കാണിച്ച ആ ഒരു മനസ്സ് അതും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ദിസ് willingness to sacrifice personal comfort and convenience for a sake of helping those is need optimize the essence of altruism and selfless. അല്ലേ, തനിക്ക് താൻ മാത്രം മതി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളിൽ നിന്നും തിരിച്ചും ചിന്തിക്കാൻ തനിക്ക് പറ്റുമെന്ന് വായനക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് നമ്മളുടെ ബെൻസൺ ഡോക്ടർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ആ ഒരു സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ ടയേർഡായ സമയത്തും വീണ്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങാനും ഒറ്റയ്ക്ക് പോകുന്ന പാതിരാ സമയത്ത് പോലും തൻ്റെ കൂടെ ഒരു അപരിചിതനായ മനുഷ്യന് കയറ്റാനും കാണിച്ച മനസ്സ് അത് വളരെ എടുത്തു പറയേണ്ടതാണെന്നാണ് ഈ ഒരു പാസേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ഡോക്ടർ ബെൻസൺ ടേൺ ഇവാൻസ് ഔട്ട് ഓഫ് ഹിസ് കാർ? എന്തുകൊണ്ടാണ് നമ്മളുടെ ഇവാനെ കാറിൽ നിന്നും പുറത്താക്കുന്നത്? അല്ലെ, അദ്ദേഹം കാറിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ബെൻസൺ ടേൺ ഇവാൻസ് ഔട്ട് ഓഫ് ഹിസ് കാർ? വൈ ഡിഡ് റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്? നമ്മളുടെ ബെൻസൺ ഡോക്ടർ എപ്പോഴാണ് അദ്ദേഹത്തിന് തെറ്റ് തിരിച്ചറിഞ്ഞത്? മാത്രമല്ല മറ്റൊരു ക്വസ്റ്റ്യൻ, ഇവാൻ എപ്പോഴാണ് അദ്ദേഹം കാറിൽ നിന്ന് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ ബെൻസൺ വാസ് എ വെരി റിച്ച് ഡോക്ടർ. ഇറ്റ് വാസ് എ ലോങ് നൈറ്റ്. അല്ലേ, അദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. മാത്രമല്ല അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് ഒരു മിഡ് നൈറ്റിലാണ്. ഡോക്ടർ ബെൻസൺ വാസ് കാൾഡ് ഫോർ ഡെലിവറി ഓഫ് എ ബേബി. ഒരു കുട്ടിയുടെ പ്രസവം എടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. ഡോക്ടർ ബെൻസൺ സ്റ്റാർട്ടഡ് ഹിസ് കാർ. ഓക്കെ, അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിൽ ഡ്രൈവിംഗ് ഇസ് കാർ, അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഹി സോ എൻ ഓൾഡ് മാൻ നെയ്മഡ് ഇവാൻ. ഇവാൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അതുകൊണ്ട് അദ്ദേഹം കാറിൽ നിന്നും അദ്ദേഹം ഇവാനെ പുറത്താക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 9ാമത്തെ അധ്യായമായിട്ടുള്ള മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ റൈറ്റർ മിസ് വെൻ ഹി ലോസ്റ്റ് ദിസ് സൈറ്റ്? അദ്ദേഹത്തിൻ്റെ കാഴ്ച, നമ്മളുടെ എഴുത്തുകാരൻ എപ്പോഴാണ് അദ്ദേഹത്തിന് നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. ദ ലവ് ഓഫ് ഹിസ് ഫാമിലി എന്നുള്ളതാണ് ഓപ്ഷൻ 1. ഓപ്ഷൻ ബി, ദ കളേഴ്സ് ഓഫ് ദ ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഓപ്ഷൻ സി, not eating is favorite food. Option D, being able to recognize people. എന്താണ്? What did writer miss when he lost his sight? അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ നഷ്ടപ്പെട്ടത്? എന്താണ്? The colors of the birds and butterflies. പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും നിറം കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഹൗ ഡിഡ് വേർഡ് മെഹത്താസ് ഫാദർ റിയാക്ട് ടു ദ സിറ്റുവേഷൻ? ഈ ഒരു സാഹചര്യത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഹി വാസ് അൺഹാപ്പി. അദ്ദേഹം ഒരു അൺഹാപ്പി ആണോ അതോ ഹി വാസ് അഫ്രൈഡ്, അദ്ദേഹത്തിന് ഭയമായിരുന്നോ? ഹി വാസ് ഒപ്റ്റിമൈസ്ഡ്, അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയായിരുന്നോ? അതെല്ലാം ഈ അക്സെപ്റ്റഡ് ദ സിറ്റുവേഷൻ, അദ്ദേഹം ഈ ഒരു സാഹചര്യം സ്വീകരിച്ചോ? യെസ്, അദ്ദേഹം ഈ അക്സെപ്റ്റഡ് ദ സിറ്റുവേഷൻ, അദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷൻ സ്വീകാര്യമായിരുന്നു. അദ്ദേഹം എന്ത് വന്നാലും തൻ്റെ മകൻക്ക് ചികിത്സ നൽകി രോഗം സുഖപ്പെടുത്തുമെന്നുള്ള ഒരു വാശിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർഡ്സ് ഫാദർ വാസ് ആംഗ്രി വെൻ ഹിസ് വൈഫ് യൂസ്ഡ് ദ ഹക്കീംസ് മെഡിസിൻസ് ഓൺ വേർഡ്സ് ബിക്കോസ്. അല്ലേ, നമ്മളുടെ വേർഡ് മാത്തയുടെ അമ്മ ഒരുപാട് മന്ത്രശാലികളെയും ഒരുപാട് മതാചാരങ്ങൾ പ്രകാരമുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ട് ചികിത്സിക്കാൻ വേണ്ടി
തുനിയുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഓക്കെ, ഷീ ഡിഡ് നോട്ട് ടേക്ക് ഹിസ് പെർമിഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ പെർമിഷൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ ദേ മേഡ് വേർഡ്സ് അൺകംഫർട്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ? അല്ലെങ്കിൽ ദേ ഡിഡ് നോട്ട് ഹിം എനി ഗുഡ്, അദ്ദേഹത്തിന് നമ്മുടെ വേദ് മാറ്റക്ക് അതൊന്നും നല്ല കാര്യമില്ല എന്ന് തോന്നിയിട്ടാണോ? നൺ ഓഫ് ദ അബോവ് എന്നുള്ളതാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്താണ്? ദേ മേഡ് വേദ് മാറ്റ അൺകംഫർട്ടബിൾ. അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടാകാം, അദ്ദേഹത്തിന്റെ അച്ഛന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഒന്നും ഇഷ്ടമില്ല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേദ് മെഹ്ത്ത ലോസ്റ്റ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്. കേൾക്കാനുള്ള ആ ഒരു സെൻസ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ഓക്കെ, ഇത് ഫാൾസ് ആൻഡ് ട്രൂ ആൻഡ് ഫാൾസ് തിരിച്ചറിയാനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം വേദ് മെഹ്ത്തക്ക് കാഴ്ചയാണോ അല്ലെങ്കിൽ കേൾവിയാണോ നഷ്ടപ്പെട്ടത്? കേൾവിയാണ്. When Ved was 3.5 years old, he was diagnosed with the prolonged sickness. അല്ലെ, ഒരു മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്, അല്ല എന്തല്ല, കേൾവിയല്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ 5 senses of mentioned in column A with the experience of feeling in column B. എ കോളത്തിൽ കൊടുത്തിട്ടുള്ള സെൻസുകൾ, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. നിങ്ങൾ ഇത് മാച്ച് ആക്കാനാണ്. ഓപ്ഷൻ എയിൽ പറയുന്നത് ടച്ച് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, സ്മെല്ല് ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, സൈറ്റ് ഉണ്ട്. ഓപ്ഷൻ ബി, ദ സൗണ്ട് ഓഫ് ദ റെയിൻ, ദ ഫീൽ ഓഫ് ദ കൂൾ ബ്രീസ്, ദ റിച്ച് കളേഴ്സ് ഓഫ് എ ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈസ്, ദ സ്മെൽ ഓഫ് ദ എർത്ത് ആഫ്റ്റർ റെയിൻ, ദ ടേസ്റ്റ് ഓഫ് ഖീർ. ഓക്കെ, ഇതിൽ പറയുന്നത് ശരിയായിട്ട് എഴുതാനാണ്. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട് താഴത്ത്. ഓപ്ഷൻ പറയുന്നത് ടച്ച് സെൻസ് എങ്ങനെയാണ് വരുന്നത്? ഫീൽ ദ കൂൾ ബ്രീസ് അല്ലെ, തണുപ്പറിയൽ എങ്ങനെയാണ്? തൊടുമ്പോഴല്ലേ. ഓക്കെ, രണ്ടാമത്തത് ടേസ്റ്റ് അറിയൽ എങ്ങനെയാണ്? ടേസ്റ്റ് ദ ടേസ്റ്റ് ഓഫ് ഖീർ. ഓക്കെ, സ്മെല്ല് എങ്ങനെയാണ് അറിയുന്നത്? സ്മെല്ല് അറിയുന്നത് ദ സ്മെൽ ഓഫ് ദ എർത്ത് ആഫ്റ്റർ റെയിൻ അല്ലെ, പുതുമഴ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ മണ്ണിന്റെ ഗന്ധം ഒക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഹിയറിംഗ്. ഹിയറിംഗ് എങ്ങനെയാണ്? ഹിയറിംഗ് വരുന്നത് ദ സൗണ്ട് ഓഫ് ദ റെയിൻ, മഴ പെയ്യുന്ന സന്ദർഭത്തിലുള്ള സൗണ്ട് കേട്ടിട്ടാണ്. അതുപോലെ തന്നെ സൈറ്റ് അറിയുന്നത് എങ്ങനെയാണ്? സൈറ്റ് ദ റിച്ച് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഒരു ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് സുർമ? സുർമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുർമ എന്ന് പറഞ്ഞ വാക്ക് നമ്മളുടെ ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് സുർമ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഓക്കെ, നമ്മളുടെ എക്സാം സെക്കൻഡ് ടൈം ലൈവ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സുർമാസ് ആർ ദ ടൈപ്പ് ഓഫ് ഗ്രീക്ക് ആൻഡ് യുനാനി മെഡിസിൻസ്. ഗ്രീക്ക് ആൻഡ് യുനാനി മെഡിസിൻസ് ആണ്. ഓക്കെ, വിച്ച് ഈസ് യൂസ്ഡ് ടു ഡ്രോപ്പ് ഇൻ ദ ഐസ്. കണ്ണിൽ ഉറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തുള്ളിയാണെന്ത്? സുർമ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സുർമ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ നൽകിയിട്ടുള്ള പാസേജ് വായിച്ച് അതിനോടനുബന്ധിച്ച് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. എല്ലാ എക്സാമുകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ കൃത്യമായി പാസേജ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്വസ്റ്റ്യൻസ് വായിക്കാൻ പാടുള്ളൂ. ഓക്കെ, പാസേജ് വായിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവുകയില്ല, അതിന് ആൻസറും കിട്ടുകയില്ല. ഇതിൽ ആൻസർ ഇതിന് പറയുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ഐ റെഫർ ടു ഇൻ മൈ സൺ വിൽ നോട്ട് ബിക്കം എ ബെഗർ എന്നുള്ള അധ്യായത്തിൽ എന്താണ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഐ റെഫർ ടു വേദ് മെഹ്ത്ത. വേദ് മെഹ്ത്തയാണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കഥ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ദിസ് ഇസ് ഓട്ടോബയോഗ്രഫി. എന്താണിത്? ഇത് ഓട്ടോബയോഗ്രഫിയാണ്. എന്താ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ? എന്താ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അയാളുടെ ജീവചരിത്രം അയാൾ തന്നെ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഹു ഇസ് ദ റൈറ്റർ ഓഫ് മൈ സൺ വിൽ നോട്ട് ബിക്കം എ ബെഗർ ബി എന്ന് പറയുന്ന ഇതിന്റെ റൈറ്റർ ആരാണ്? നമ്മളുടെ വേദ് മെഹ്ത്തയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ.
വെൻ ഡിഡ് ദ റൈറ്റർ ലോസ് ദർ സൈറ്റ്? നമ്മുടെ റൈറ്റർക്ക് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്? വേദ് മെഹ്ത ലോസ് ദർ ഐസൈറ്റ് ഇൻ നവംബർ 1937. 1937 അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് 3.5 വയസ്സാണുള്ളത്. ഓക്കെ, അതൊക്കെ ഓർമ്മയുണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വേർഡ്സ് ഫാദർ ആസ്ക് ഫോർ എ ട്രാൻസ്ഫർ ഫ്രം ലാഹോർ? ലാഹോറിൽ നിന്നും എപ്പോഴാണ് അദ്ദേഹം മാറി താമസിക്കുന്നത്? ഓക്കെ, വേർഡ്സ് ഫാദർ ആസ്ക്ഡ് ഫോർ ട്രാൻസ്ഫർ ഫ്രം ലാഹോർ ബിക്കോസ് എ large number of their relatives came to sympathize when with the word blindness. അല്ലേ, നമ്മളുടെ കുട്ടിയുടെ വേദ് മെഹത്തയുടെ കാഴ്ച ഇല്ലാത്തൊരു സന്ദർഭം കണ്ടിട്ട് എല്ലാവർക്കും സിമ്പതി തോന്നി. അപ്പോൾ ഈ റിലേറ്റീവ് ഒക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അച്ഛനക്ക് എന്തായി, ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം മാറി താമസിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വഴി മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മൾ ഇതിന് ആൻസർ നൽകുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അടുത്ത ഒരു 4 അധ്യായങ്ങളാണ്. ഏതൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്? നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണെന്ന് അറിയോ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള അധ്യായം 1, അതുപോലെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള 7ാമത്തെ അധ്യായം ഡിസ്കസ് ചെയ്തു. 8ാമത്തെ അധ്യായമായിട്ടുള്ള എ കേസ് ഓഫ് സസ്പിഷൻസ് ഡിസ്കസ് ചെയ്തു. 9ാമത്തെ അധ്യായമായിട്ടുള്ള മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറയുന്ന അധ്യായം ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതുപോലെ തന്നെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ളതും 12ാമത്തെ അധ്യായമായിട്ടുള്ള ഇഫ് ഐ വേർ യു എന്നുള്ളതും ദ ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള അധ്യായവും അതുപോലെ ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള റസ്കിൻ ബോണ്ടിന്റെ പോയമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ക്ലാസ് ചാപ്റ്റർ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ക്ലാസ് ഇതിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് ഭാഗങ്ങളൊക്കെ നൈറ്റിലുള്ള രാത്രി 7 to 9 വരെയുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാവരും ലൈവ് ക്ലാസ് കൃത്യമായി കാണുക. നിങ്ങളുടെ അക്കാദമി, നിങ്ങൾക്ക് വേണ്ടിയുള്ള അക്കാദമിയാണ് ഞങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. കൃത്യമായി നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ വരികയുള്ളൂ. അപ്പം നാഷണൽ അക്കാദമി നിങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാവരും നാഷണൽ അക്കാദമിക്ക് വേണ്ടി ഈ ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക, കാണുക. നിങ്ങളുടെ വിജയം ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി നിങ്ങൾ സപ്പോർട്ട് തരുന്നതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തുടർന്നുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾ കാണുക. ഓക്കെ, എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ് ആണ്. അടുത്ത മാസമാണ് നമ്മളുടെ എക്സാം വരുന്നത്. അപ്പം നിങ്ങൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം നിങ്ങൾ പവർ നൽകുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ വളരെ ചെറിയൊരു ഇടവേള മാത്രം. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ടു ആൾ.